ചീട്ടെടുക്കുക എന്നിട്ട് വിളിച്ചാൽ മതി. ഇവിടെ ഞാൻ എടുത്തു തരാമെന്ന് പറഞ്ഞില്ലേ, നീ എന്നെ കിടന്ന് തപ്പുന്നേ? ചീപ്പോ ചീപ്പോ ചീപ്പ് ഞാൻ മുടി ചെരുപ്പോ? ആ വാ, ഇതിനകത്താ ചെരുപ്പ്. ആരാ പറഞ്ഞോട്? ആ എനിക്കെടുത്തില്ല. മതി, പയ്യെ പോ. ആണോ? ആ എനിക്കറിയത്തില്ല. ഓ ആ മതി. അല്ലടി ഞാൻ മുണ്ടക്കാൻ വരാം. പാലക്കാരിലും മതി. നീ ബാ. അത് അവിടെ നിന്ന് അങ്കൻവാടി നിന്ന് വിളിച്ചിട്ട് നിന്നെ അങ്ങോട്ട് കൊണ്ടുചെല്ലാൻ പറഞ്ഞു. സ്കൂളിലല്ല, നീ അങ്കൻവാടിയിലല്ല, പള്ളിയുടെ അവിടെ. അങ്കൻവാടി അല്ല, അങ്കൻവാടിയിൽ നിന്ന് വിളിച്ചു പറഞ്ഞു നിന്നെ കൊണ്ട് അങ്ങോട്ട് ചെല്ലാൻ. ഇന്നെന്തോ പരിപാടി ഉണ്ടോ അവിടെ? എന്നാ നോക്കട്ടെ. ഡാൻസ് മതിയോ? 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 മതി മതി. എന്നാ ഡാൻസാ? ഹരി ഹരി മിണ്ടാണേ. ഇവിടെ ആരും ഇല്ലേ? ആ എന്നാ ഓർഡറില് നാരായണിക്ക് ചീട്ടെടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. ഞാൻ പിടിക്കാം. കുഴപ്പമോ നമുക്ക് ചെന്നിട്ട് നോക്കാം. ആ കാണുന്ന കെട്ടിടോ? ആ അത് തന്നെ. ഇങ്ങോട്ടാണോ? ബൈക്കില്ലേ? ബൈക്കാണോ? ഇവളെ അവിടെ കൊണ്ടുവിടണം, മറ്റവളെ ആശുപത്രിയിൽ കൊണ്ടുപോകണം. ബൈക്കിലാണോ പോകുന്നേ? ആ എന്നാ ബൈക്കിൽ പോവാം. ആ നിക്ക്. അങ്ങനെയാണോ കയറുന്നത്? ഞാൻ കയറ്റാൻ ലത്തിമ്പള്ളി അല്ലേ? ലത്തിമ്പള്ളി. അവള് പനിയാ. ഇവിടെ ലത്തിമ്പള്ളി. ആ ഗേറ്റിൻ്റെ അവിടെ വിട്ടാൽ മതിയേ. ആ ഇതിനകത്താ. ലത്തിമ്പള്ളിയോ? ഇറങ്ങാവോ? അവളോട് ഇറങ്ങി നിൽക്കാൻ പറയാം. അവളെ മേളിലോട്ട് കയറി ചെല്ലാൻ പറയണം അവളോടെ. ഇവിടെ ആശുപത്രി അല്ലേ? വേറെ കേട്ടാ. ആ മറ്റവളെ ആശുപത്രി. എടി എടി ഇതിലേ കൂടെ കയറി പോടി.
ചെബി അങ്ങോട്ട് പോയിട്ടുണ്ടോ? നാരായണോട് ഇറങ്ങി റോഡിൽ നിൽക്കാൻ പറ. ആ നിക്ക്. ആ നീ തന്നെ പൊക്കോ. ഇത് തന്നെ ഇത് ഓഡിറ്റോറിയം, പള്ളിയുടെ ഓഡിറ്റോറിയം. ആഴ്ചകൾ ഇവിടെ അവതരിപ്പിക്കുന്നുണ്ട്. അവർക്ക് ജന്മനാ കിട്ടുന്ന കഴിവുകളായിട്ട് നിങ്ങളൊക്കെ മനസ്സിലാക്കുന്നത് പോലെ നിരവധി പദ്ധതികൾ ചെലവ് വരുന്ന ആളുകളുണ്ട്. അത് കൃത്യമായി അവർ ഏത് ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടാണ് മെഡിക്കൽ ടെസ്റ്റ് ഇല്ലാത്ത യാത്രകൾ കഴിഞ്ഞ കൊല്ലം നമ്മൾ നടത്തി. ഇവിടെ വയോജനങ്ങളായ ആളുകൾക്ക് നടത്തിയ പ്രത്യേകം. അതോടൊപ്പം നമ്മുടെ ഈ യോഗത്തിലെ നമ്മുടെ ബഹുമാനിയായ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നേരത്തെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. ശ്രീമതി അജിത രതീഷിനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കൂടുതൽ ശേഷിയുള്ള ആ കുട്ടികള് ബഹുമാനായ MLA എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ ഈ സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആ ഭിന്നശേഷി കുട്ടികള്, അതോടൊപ്പം നമ്മുടെ എല്ലാം ഈ പ്രോഗ്രാം എല്ലാം ജനങ്ങളിലേക്ക് എത്തിക്കുന്ന പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കൾ എത്തിയിട്ടുണ്ട്. മുഴുവൻ പേരെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി. ഈ യോഗത്തിന്റെ ഉദ്ഘാടകനായി ഇവിടെ എത്തിയിട്ടുള്ള നമ്മുടെ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട ICDS ഓഫീസർ, ബഹുമാനപ്പെട്ട അംഗൻവാടി ടീച്ചർമാർ, ഏറ്റവും സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, സ്നേഹം നിറഞ്ഞ കൂട്ടുകാർ, മുണ്ടക്കയം ഗ്രാമപഞ്ചായത്തിന്റെ ഏറ്റവും പ്രാധാന്യം കൊടുത്തിട്ടുള്ളതും ഭിന്നശേഷിക്കാർക്കും വയോജനങ്ങൾക്കും വേണ്ടിയിട്ടാണ്. അവർക്ക് വേണ്ടിയിട്ട് വിവിധ പദ്ധതികൾ വയ്ക്കുമ്പോൾ വീട് അടക്കം അടിസ്ഥാന സൗകര്യ വികസനവും അതോടൊപ്പം തന്നെ അവരുടെ ശാരീരികവും ബൗദ്ധികവുമായിട്ടുള്ള ഇത്ര മനോഹരമായി ഈ ഉത്സവം പ്രതീതി വളർത്തുന്നതിനുള്ള ഞാനിവിടെ പറയാൻ കാര്യം, അതിന് ഈ സംസ്ഥാനത്തെ മുഴുവൻ ബ്ലോക്ക് പഞ്ചായത്തുകളും ഏതാണ്ട് 142 ബ്ലോക്ക് പഞ്ചായത്തുകളാണ്. അത് ഒന്നാമതെത്തിയ ബ്ലോക്ക് പഞ്ചായത്ത് കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്താണ്. അപ്പൊ ആ നിലയിൽ ക്ഷേമപ്രവർത്തനങ്ങളിൽ ജനങ്ങളുടെ കണ്ണീരൊപ്പുന്നതിൽ 2026 നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും വാഗമണ്ണിന് കൂട്ടിക്കൽ വഴി ഇവിടുന്ന് ഒരു 30 മിനിറ്റ് കൊണ്ട് വാഗമണ്ണിൽ ചെല്ലാം. ഇപ്പൊ പോണേ 2 മണിക്കൂർ എടുക്കും. കാരണം ഒന്നേ ഏലപ്പാറ പോകണം, അല്ലെ ഈരാറ്റോട്ട് പോകണം, വളഞ്ഞ് അരമണിക്കൂർ കൊണ്ട് വാഗമണ്ണിലോട്ട് എത്താൻ പോവാ. അത് നിങ്ങൾക്ക് പോകാന്ന് മാത്രമല്ല, ലോകത്ത് എല്ലായിടത്തും ഉള്ളവർ ഇനി വാഗമണ്ണിൽ പോകാൻ പ്രധാനമായിട്ട് ആശ്രയിക്കാൻ പോകുന്നത് മുണ്ടക്കയം വഴി. അതിന്റെ ഒരു വലിയ വികസനം ഇവിടെ വരാൻ പോകുന്നത്. എരുമേലിയിൽ എയർപോർട്ട് വരാൻ പോവുക. 4-5 വർഷത്തിനകം അപ്പുറം കേരളത്തിലെ ഏറ്റവും വലിയ എയർപോർട്ടാണ്. ഇപ്പോൾ ഉള്ളതിൽ ഏറ്റവും വലുത് നെടുമ്പാശ്ശേരിയാണ്. ആ നെടുമ്പാശ്ശേരിയേക്കാൾ വിപുലമായ സൗകര്യങ്ങളും സംവിധാനങ്ങളുമുള്ള എയർപോർട്ട് എരുമേലി വരാൻ പോവാ. ഏതാണ്ട് 2030 ആകുമ്പോഴേക്കും ഈ മുണ്ടക്കയം ഇപ്പൊ ഉള്ളതിന്റെ 10 മടങ്ങ് വികസിതമായി മാറാൻ പോവുകയാണ്. നമ്മുടെ വനമേഖല കംപ്ലീറ്റ് ഫെൻസ് ചെയ്യുന്ന പണി. നേരത്തെയൊക്കെ കണ്ണിമല എന്നൊക്കെ എന്നും ആനശല്യം വരുന്നത്. രേഖയൊക്കെ രാത്രി തന്നെ വിളിക്കും, വെള്ളനാടിയിൽ ആന വന്നു. ഇപ്പൊ ആന ഒന്ന് കാണാനായിട്ട് മൃഗശാല പോകാൻ ഡേറ്റ് നോക്കിയിരിക്കുക. ഭിന്നശേഷി കലാമേള അതിന്റെ എല്ലാ അർത്ഥത്തിലും മികച്ച നിലയിൽ നടപ്പാക്കാനായിട്ട് മുന്നോട്ട് വന്ന പഞ്ചായത്തിനെയും വനിതാ ശിശുവികസന വകുപ്പിനെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഈ പങ്കെടുക്കുന്ന എല്ലാവർക്കും വിജയങ്ങൾ ആശംസിക്കുന്നു. എല്ലാവർക്കും വിജയിക്കാൻ പറ്റില്ല, ഞാൻ പങ്കെടുക്കുന്നത് തന്നെ ഒരു വിജയമാണ്. മനോഹരമായ ഈ ഭിന്നശേഷി കലാമേള ഉദ്ഘാടനം ചെയ്യുന്നതായി പ്രഖ്യാപിച്ച് എന്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.
സാറ് നമ്മുടെ ജ്യോതിഷ് കുമാറിന് ഗിഫ്റ്റ് നൽകി തുടക്കമിടുന്നതായിരിക്കും. അപ്പം MLA നിന്ന് ഗിഫ്റ്റ് ചെയ്യും. ഭിന്നശേഷി കലോത്സവത്തിന്റെ അധ്യക്ഷ ബഹുമാനിയായ മുണ്ടക്കയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കുമാരി രേഖാദാസ, അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തങ്ങര, നമുക്ക് സ്വാഗതം ആശംസിച്ച മുണ്ടക്കയം ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ പ്രസന്ന, മുൻ വൈസ് പ്രസിഡന്റ് ദിലീഷ്, സെന്റ് തോമസ് കോളേജിന്റെ ഓഡിറ്റോറിയത്തിലോട്ടാണ് നിങ്ങൾ എല്ലാവരെയും ഞാൻ സ്നേഹത്തിന്റെ ഭാഷയിൽ അങ്ങോട്ട് സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങൾക്ക് കൃത്യമായിട്ട് അതിന്റെ അറിയിപ്പ് കിട്ടും. നമ്മുടെ കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്തിന്റെ 7 ഗ്രാമപഞ്ചായത്തിൽ നിന്ന് വരുന്ന പ്രിയപ്പെട്ട കുട്ടികളാണ് അതിനകത്ത് പങ്കെടുക്കുന്നവര്. അതിനകത്തൊരു മത്സരമായിട്ടില്ല, എല്ലാവരെയും പങ്കെടുപ്പിച്ച് നല്ല രീതിയിൽ കൊണ്ടുപോവുക. അവരെന്നും വീട്ടിലും അല്ലെങ്കിൽ സ്കൂളുകളോ പോലുള്ളിടത്താണ് അവർ പൊക്കോണ്ടിരിക്കുന്നെങ്കിൽ പോലും അവർക്ക് ഒരു ദിവസം എൻജോയ് ചെയ്യാനായിട്ട് തദ്ദേശ സ്വയംഭരണ സഹായത്തോടു കൂടി തന്നെ അവരെ അതിനുവേണ്ടി ഒരു ദിവസത്തേന് നല്ല രീതിയിൽ തന്നെ ഗുണം കിട്ടട്ടെ എന്ന് മാത്രം ആശംസിച്ച് ഒന്നാമത് നമ്മുടെ ഉദ്ഘാടന ചടങ്ങ് വൈകി വന്നിട്ടുണ്ട്. നിങ്ങളുടെ ഓരോരുത്തരും പ്രിയപ്പെട്ട എൻ്റെ കുട്ടികൾക്കും ഉണ്ടായിരിക്കുമെന്ന് ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് ഞാൻ മുഖ്യപ്രഭാഷണം ചുരുക്കി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പോയ നമ്മുടെ ബഹുമാന്യായ പൂഞ്ഞാറിന്റെ MLA അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തങ്ങര, ഏറെ ബഹുമാന്യായ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, എൻ്റെ സഹമെമ്പർമാരായ പഞ്ചായത്ത് തലത്തിൽ ഭിന്നശേഷിക്കാരുടെ കലോത്സവം നടത്തുമ്പോൾ പരിപാടികൾ അവതരിപ്പിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും ചെയ്യാൻ ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അതിന് നിങ്ങളെയൊക്കെ പോറ്റി വളർത്തുന്ന മാതാപിതാക്കളെയും ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും ഭാവങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമുക്ക് ഒത്തിരി ദീർഘിപ്പിക്കുന്നില്ല. നമുക്കറിയാം ഈ ഒരു പരിപാടിയിൽ മിക്കവാറും വീടുകളിൽ നമുക്കറിയാം ഇങ്ങനെയുള്ള മക്കളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്കൊന്ന് പുറത്തു പോകാനോ വേറെ പരിപാടികളിൽ പങ്കെടുക്കാനോ ഒത്തിരി തടസ്സങ്ങളുണ്ട്. സ്പെഷ്യലായിട്ടുള്ള ശേഷികളുള്ളവരാണ്. എന്നാൽ പോലും അവരുടേതായിട്ടൊരു ദിനം അത് നമ്മുടെ എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ് അല്ലെ. ഇവിടെ വന്നിരിക്കുന്ന പേരൻസ് ആണെങ്കിലും ഒരു കൂടെ വന്നിട്ടുള്ളവരാണെങ്കിലും ഒത്തിരി സന്തോഷിക്കുന്ന ഒരു ദിവസമാണ് അവരുടേതായിട്ടുള്ള ഒരു ദിവസം. അതുകൊണ്ട് അടിമേടിക്കുക നമ്മുടെ അധ്യക്ഷ പ്രസംഗം നടത്തിയ അവളെ കൊണ്ട് ഞാൻ പോയാലോ അല്ലേ? പക്ഷെ മഴയാ. MLA സെബാസ്റ്റ്യൻ കുളത്തങ്ങര, അതുപോലെ തന്നെ നമ്മളിവിടെ മുഖ്യപ്രഭാഷണം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ സംഭരിക്കുന്നു. നന്ദി, നമസ്കാരം. ഈ കലാപരിപാടികളാണ്. അതിന് മുൻപ് സ്വീകരണം ഉണ്ട്. മെമ്പർമാർ നിങ്ങളുടെ എല്ലാവരുടെയും അടുത്ത് വന്ന് നിങ്ങൾക്ക് പൂന്നള്ളി സ്വീകരിക്കാനും വിളിക്കുന്നതിന് എഴുതാനും. ഇത് നിങ്ങളുടെ ദിനമാണ്. നിങ്ങൾ മുണ്ടക്കയം പഞ്ചായത്ത് എല്ലാ പൂർണ്ണതയോടും കൂടെ ഞങ്ങളുടെ ഈ പഞ്ചായത്തിലെ സ്വീകരിക്കുന്നു. നിങ്ങളുടെ ദിനം മാക്സിമം നിങ്ങൾ നല്ല രീതിയിൽ ആഘോഷിക്കാനായിട്ടുള്ള എല്ലാ ആശംസകളും നൽകുന്നു. തയ്യാറായിട്ടിരിക്കുക. അറിയത്തില്ല.
പാടാം നമുക്ക് പാടാം വീണ്ടും ഒരു പ്രേമഗാനം. അടുത്തത് അമീന ജലീൽ. കണ്ടിട്ടും കണ്ടിട്ടും പോരാടായി എത്തിച്ചോടാൻ ഏറ്റവും മാറിവില്ലാനോ നീ. ഇടുക്കി ചന്ദനം ചകോര ചുവവിടുനങ്ങൾ കൂടായും അനുഭവസേനത്തിൻ പത്രങ്ങൾ ചകോര യുവവിടുനങ്ങൾ. ചോറുണ്ടേ. ആ നമ്മൾ ചോറ് വെച്ചിട്ടില്ല, അതുകൊണ്ട് ഇവിടെ നിന്ന് കഴിച്ചിട്ട് പോവാം. നമ്മളെ അടി പാരത്തമ്മളാണോ? ആണോ? പെട്ടെന്ന് മഴയല്ലേ? ആണോ കൂട്ടെ? അങ്ങോട്ട് വിട്ടാൽ അവള് സമയം എടുക്കും, കുറച്ചും കൂടെ കഴിയും. അവളുടെ കഴിയുമ്പോഴേ അവിടെ എന്താ പരിപാടിയാ? വളരെ മനോഹരമായ 2 ഗാനങ്ങൾ ആലപിച്ച സൈന ഷാജിമോൾക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുന്നു. അടുത്തതായി നമ്മുടെ പ്രിയപ്പെട്ട ജ്യോതിഷ് കുമാറാണ്. പുഞ്ചിരി കാത്തേ പാറുമാറ്റേ കുറുമാറ്റേ കിളിപ്പൂമകളെ അരിയം പൂന്തണയാണ് ഇതിലെ വാ പച്ചപ്പറമ്പായ ഇഷ്ടക്കുറുമ്പോടെ ചേർന്നിരിക്കാം നിൽക്കുമിഴിയോടെ ഞാനിരിക്കാം
എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുന്നു. వచ్చినమంటే సుట్టు ఇక్కేసాల కవునైటు ఎక్కిటొక్కు పుల్లెట్టు సీరగట్టుకోని చెడు వీరు మెరిసినట్టు ఒట్లాగక చక్కరొచ్చరు శ్రీనాగం చేసిందిరు రాములా రాములా నా పానం ఇచ్చిందిరు రాములా రాములా నన్నాగం చేసిందిరు రాములా నన్నాగం చేసిందిరు. അടുത്തതായി അഭിലാഷ് മനോജ്, ജോബി, ബെനറ്റ് മിനോ, ആദിത്യൻ കിഷോർ, റെജിമോ, അൽഫോൺസ. ഇത്ര കുട്ടികൾ ചിത്രരചനയ്ക്കുള്ളവരാണ്. കാര്യം നമുക്ക് നിനക്ക് ചോറ് തരത്തില്ലല്ലോ. വാ പോവാ. തോമസ് ജോസഫിനെ ക്ഷണിക്കുന്നു. അടി കൊണ്ടുപോകാൻ തന്നെ പിടിച്ചോണ്ട് അലമ്പുണ്ടാക്കാൻ ഇത് കസരയായിരുന്നു. നല്ലൊരു കൈകി. അടുത്തത് ചുമ്മാ കിടന്ന് നിരമ്പുണ്ടാക്കി ഇപ്പം വീട്ടിൽ വിളിച്ചോണ്ട് കൊണ്ടുപോകണോ? കഴിഞ്ഞില്ല. ഇത് പിള്ളേർ പടം വരയ്ക്കുന്നുണ്ട്, അതും കൂടെ കഴിയണം. പടം വരയ്ക്കുന്നുണ്ട്, അത് നോക്കട്ടെ. എല്ലാവർക്കും കൂടെ ഒരുമിച്ചാണ് കൊടുക്കുന്നത്, അല്ല നിനക്ക് മാത്രമല്ല. നമുക്ക് വേണ്ടി നല്ലൊരു പെർഫോമൻസ് കഴിഞ്ഞു. ജോസ്
എന്നോട് പറഞ്ഞു ഡോണെ അൽഫോൻസേ വന്നത് ഞാൻ ഓർത്തില്ല ഒന്നൊന്നോട് പറഞ്ഞു ഞാനല്ലേ കഴിച്ച അർഷിത സിറാജിന് എല്ലാവരുടെയും പേരിൽ നന്ദി അറിയിക്കുന്നു. അടുത്തത് ഒരു ഗ്രൂപ്പ് ഡാൻസ് ആണ്. അവതരിപ്പിക്കുന്നതിന് വേണ്ടി അച്ഛൻ DS രാധ Thank you. നമുക്ക് പാത്രം എടുക്കാനാ.
തീരങ്ങൾ തേടുന്ന വാനം പാടി മൺവീണ പാടും തീരം കാണാം തീരേ പാടെല്ലാം മധുരമധുരവനീലം എൻ്റെ വെള്ളം കയറി പൂവേ നെഞ്ചിൻ നാളം നീ പൂവേ പൂവേ താഴം പൂവേ അഴകെ ആഴിക്കണ്ടാലെ തഴുകും അമ്പിളി കുഞ്ഞോളെ അരികിൽ ചേർത്തിരിക്കൂലേ കിളിയെ തത്തക്കിളിയെ കൊഞ്ചി പറന്നെൻ കൂട്ടിലെത്തൂലേ മായക്കാട്ടി മയക്കിടല്ലേ മാനത്തോടെ നടത്തിടല്ലേ കതിൽ മഴവിൽ ചന്താമേ നീ എൻ സ്വന്തമേ മകനെ തുമകനെ മുത്തായവൻ നിന്നും സൂര്യനും ചന്ദ്രനും സ്വർഗം പോലും ഒരു സമയം തൂങ്ങിരിച്ച് ചോദക്കാറ്റും നടിച്ചിരിച്ച് അതിനു വീണു കുയിലമണി കുയില് കരി കുയില് മാമമണി കുയില് കോലപ്പാടും പാട്ടാലി താങ്ക് യു താങ്ക് യു. കദളിപ്പഴം ചേലഞ്ചുമയിൽ വന്ന പീതാംബരമണി കണ്ണലു നേദിക്കാൻ അഭിനന്ദനങ്ങളും ഈ നിമിഷം അറിയിച്ചുകൊള്ളട്ടെ. നമ്മുടെ പരിപാടി ഇവിടെ തുടരുകയാണ്. ഡാൻസ് പ്രോഗ്രാം. അടുത്തത് റെജിമോൻ നെന്മേനി. കോലക്കുഴൽ വിളിക്കേറ്റോ പള്ളി തിരുപ്പള്ളി പുകളേറും രാക്കുളി നാളാണ്.
അടുത്തത് ആമിന നജീബാണ്. ഈ ഡാൻസിന് ശേഷം നമുക്ക് ബോൾ പാസിങ്ങിന്റെ ഒരു ചെറിയൊരു ഗെയിം, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഗിഫ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. അത് കഴിഞ്ഞ് നമുക്ക് ഈ പരിപാടി വൈൻഡപ്പ് ചെയ്യലാണ്. അപ്പോൾ ഒരു കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി, വേഗം തന്നെ പരിപാടി സമാപിക്കുന്നതായിരിക്കും. പങ്കെടുക്കുന്ന എല്ലാ കുട്ടികളും ഈ സ്റ്റേജിലേക്ക് എത്തുക. ടീച്ചർമാരെന്ത് ഇവരെ വട്ടത്തിൽ നിർത്തുക. എന്നെ കൊന്നാലും എന്തായാലും
ഇവിടെ അവസാനിച്ചു. അതിന് വിജയിയായത് സനൽ സാബു ആണ്. സനൽ സാബുവിന് നല്ലൊരു കൈയ്യടി നൽകിക്കേ. ിട്ടുള്ള ഭിന്നശേഷിത്വം ഉള്ള കുട്ടികൾക്ക്, അതായത് അവർക്ക് സർട്ടിഫിക്കറ്റ് ഒക്കെ ഉള്ള കുട്ടികൾക്കാണ് നമുക്ക് ഗിഫ്റ്റ് ഉള്ളത്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി രജിസ്ട്രേഷനിൽ അവരുടെ പേര് ഓൾറെഡി നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ പേര് വിളിക്കുമ്പോൾ നിങ്ങൾ ഗിഫ്റ്റ് വാങ്ങിക്കാനായിട്ട് മുന്നോട്ട് വരണം. ഈ പരിപാടി നടത്തിയത് എല്ലാ വർഷവും നടത്താറുണ്ട്. വളരെ നന്നായിട്ട് തന്നെ നമുക്ക് ഈ വർഷവും ഇത് നടത്താനായിട്ട് സാധിച്ചു. ഇതിൻ്റെ പിന്നിലുള്ള എല്ലാവർക്കും നന്ദി പറയുന്നു. പ്രത്യേകിച്ച് ഈ ഹോള് തന്നിട്ടുള്ള ഫാദർ, അതുപോലെ തന്നെ ഇവിടെ ഹോള് വൃത്തിയാക്കാൻ നമ്മളെ സഹായിച്ചിട്ടുള്ള ഓമന ചേച്ചിയാണെങ്കിലും മിൻ ചേച്ചിയാണെങ്കിലും ചേട്ടന്മാരൊക്കെ ആണെങ്കിലും ഞാൻ എടുത്തു പറഞ്ഞില്ല, അവർക്ക് കൂടി പ്രത്യേക നന്ദി ഞാൻ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്ന് എല്ലാവരും നമുക്ക് വളരെയധികം സപ്പോർട്ടായിരുന്നു. പിന്നെ നമ്മുടെ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാര്, ജനപ്രതിനിധികളെ എല്ലാവരെയും ഞാൻ ഓർക്കുന്നു. ഓൾറെഡി നമ്മൾ ഒരു നന്ദി പറഞ്ഞതാണ്. ഇനി ഇതൊക്കെ നിങ്ങളില്ലാതെ ഇതൊക്കെ അപൂർണമാണ്. നിങ്ങളുടെ ഒരു സാന്നിധ്യമാണ് ഇന്നത്തെ ഏറ്റവും വലിയ വിജയം. അപ്പോൾ ഓരോരുത്തർക്കും എൻ്റെ പേരിലും ഓരോരുത്തർക്കും, അതായത് ഇവിടെ നിങ്ങൾ ക്ഷണിക്കപ്പെട്ടായിട്ട് വന്നിട്ടുള്ളവരാണ്. അപ്പം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞങ്ങളുടെ എല്ലാവരുടെയും മകൻ നന്ദി. പിന്നെ ഇതിന് നമ്മൾ ഈ പ്രവർത്തനം ഇത്രയും മെച്ചപ്പെട്ട് പോകുന്നതിന് പ്രധാന കാരണം ഇത് നമ്മുടെ അംഗൻവാടി ടീച്ചർമാരുടെ സഹകരണം കൂടിയാണ്. ഇന്നലെ മുതലേ അവരും നമുക്ക് ഒരുപാട് സഹായങ്ങൾ, നിങ്ങളുടെ ഈ ഒരു കാര്യത്തിന് ഒത്തിരി ഒരുക്കങ്ങൾക്ക് അവർ മുന്നിട്ട് നിന്നിരുന്നവരാണ്. അപ്പം അവർക്കും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഇത് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. അഭിലാഷ് മനോജ് കപ്പിലാമ്പൂടാണോ? പേര് വിളിക്കുന്നവര് പെട്ടെന്ന് വന്ന് വാങ്ങണം. അൽഫോൺസ ഷാജി, ശ്യാം കവി, അശ്വിൻ ദാസ് പുലിക്കുന്ന, സബീന ചുരിക്കുഴി, സബീന പേരെന്താ കൊച്ചിന്റെ? ഇതിന് നമ്പർ അറിയാമല്ലോ. അങ്ങനെ തരാം തരാമേ. നടന്നു പൂന്തം വരും. അവിടെ നിൽക്കാൻ രണ്ട് ചെരുപ്പിക്കാൻ ചെരുപ്പ് ഊരി കൊടുത്തറിയായിരിക്കും. വേറെ മേടിക്കാനാണ് പുതിയത്, അതുകൊണ്ട് കാണിച്ചിട്ട്. ബൈക്ക് വരാൻ എങ്ങനെ പോകുന്നത്? നീ ഇട്ടാക്കോ? അല്ല
അണ്ണച്ചിയുടെ ബൈക്ക് അതല്ലടി, അണ്ണച്ചി ബൈക്ക് ഓടിച്ചോണ്ട് ഇങ്ങോട്ട് വരും. കൈ വെട്ടിക്കല്ലോ കേട്ടോ. എന്നാ ബൈക്ക് നടന്നു പോവാം, ബസ് വണ്ടി വേണ്ട. എന്നാ മിണ്ടാവണോ? എല്ലാം നീ തന്നെയാണല്ലോ പറയുന്നത്. ഇതൊന്നും അല്ലെന്ന് അവിടെ നിന്ന് വരും, നോക്കാം അങ്ങോട്ട് ഫ്രണ്ടിലോട്ട്. അതിലെ ഇങ്ങനെ വരും. എന്നാ ബസ്സിന് പോവാം. അല്ല എന്നിട്ട് പകുതി ഒന്നുമില്ലല്ലോ. സൂപ്പർ ചോറ്. അല്ല അണ്ണച്ചെ കാണുന്നില്ലോ. ഒന്ന് നടന്നാലോ? നടന്നോ? വേണ്ടേ വേണ്ട നടക്കണ്ടേ? എന്നാ ബൈക്ക് വരട്ടെ. കാറിയിട്ടുണ്ടേ ഇപ്പൊ ഞാൻ നടത്തിക്കൊണ്ടുപോകും. ആ കാറിയിട്ടുണ്ടേ നടത്തിക്കൊണ്ടുപോകും. നടത്തിക്കൊണ്ട് പോകുന്നു. മറിയാവളം അങ്ങനെയാണ്. സൂപ്പറായിരുന്നോ? ഇതാണ് ഓഡിറ്റോറിയം അല്ലേ, തീമ്പള്ളി. അവിടെ നിന്ന് ഇരിക്കല്ല. അയ്യേ അഴുക്ക മണ്ണ. എനിക്ക് ബസ് പോട്ടെ, ബസ് പോട്ടെ. ബസ് നിക്ക്. ആ അക്കരെ പോവാ. അക്കരെന്ന് പറഞ്ഞാൽ എന്നാ? അക്കരെന്ന് പറഞ്ഞാൽ എനിക്കറിയാം. ഈ പാലം കയറി അപ്പുറത്ത്. ആ ഇതാ അക്കര. സൈഡിൽ കൂടെ ഓടിക്കോ, കുഴപ്പമില്ല. ഞാൻ പിടിച്ചോളാം. അങ്ങോട്ട് ചേർന്ന് പോവും സൈഡ്. ബലികുടീരങ്ങളെയോ? ഇതൊക്കെ എന്നെ ആരാടി പഠിപ്പിക്കുന്നത്? ഇതൊക്കെ നീ എവിടുന്ന് പഠിക്കുന്നത്? ഇത് കൊടി കണ്ടപ്പോഴത്തേനും ബലികുടീരങ്ങളെന്നുള്ള പാട്ട് പറയുന്നു. മതി സൂപ്പർ. ഇത് കൊടിയാണ്. മഹിളാ കോൺഗ്രസോ? മഹിളാ കോൺഗ്രസിന്റെ കൊടിയാണ്. ആ എന്നാ പാല് ചെയ്യാൻ മേടിക്കും. ജയമ ആ നിനക്ക് ചെരുപ്പ് മേടിക്കാൻ പോയി. ജയമ അത് ജയ മേടിച്ചോണ്ടിരുമ്പല്ലേ എടുത്തോളൂ. കടയിലോ? ഈ കട മതിയോ? മതി. ഓണമൊക്കെ ആയോ? മുൻപൊരു പുതിയൊക്കെ തുടങ്ങിയല്ലോ ഇവിടെ ചെണ്ടകൊട്ട. അണ്ണച്ചിയെ കാണുന്നില്ലോ. അവള് വീട്ടിലാ. അവള് വീട്ടിൽ കിടന്ന് ഉണങ്ങുന്നോ ടി വി കാണുന്നോ? ആ അത് തന്നെ. പോയടിയാണ് ചുമ്മാ വേണ്ടതേ. ബാ പിടിച്ചോളാം, നിന്നോട് പിടിച്ചോളാം. അങ്ങോട്ടല്ല, അങ്ങോട്ട് പോകും. അതെ നടന്നു പോവാം. എളുപ്പോ? ബൈക്ക് വന്നില്ലല്ലോ. മുട്ടായി ഒന്നുമില്ല. വാ എന്നാ ആപ്പിള് വേണ്ടേ? പോയേടി. എന്നാ ബൈക്ക് വന്നില്ല.
അങ്ങനെ അതൊന്നുമല്ല. ഇവിടെ നിൽക്ക്. ഏയ് അങ്ങോട്ടൊന്നും പോകല്ലേ. ബാ ബാ വരും. മറന്നുപോയി. ഓട്ടോയ്ക്ക് വേണ്ട. കൈ വിട്ട് ചന്ദനത്തിൽ നടന്നു പോകണ്ട. നടന്നു പോയേക്കാം. ആ വരട്ടെ. ശരി, അണ്ണത്തി വന്നാലും വരട്ടെ. അണ്ണത്തി ഇപ്പം പറയാൻ പറ്റിച്ച് കാണാനില്ല. ആ ഓ എനിക്കിവിടെ എനിക്ക് ഫോൺ പിടിക്കും. ആരാന്നോ കൂടെ. കൊച്ചിനെ കൊണ്ട് പോകുന്നു. പാലോ? പാല് നാരായണ ജയം അടിക്കട്ടെ. വേണോ വേണ്ട വാ. നമുക്ക് അന്നച്ച് കഴിയുമ്പോ ബൈക്കിൽ നിൽക്കാം. അല്ല കടയിൽ നിൽക്കാം. മതിയോ? ഏത് കട നിൽക്കും? ഓണമല്ലേ. ബൈക്കിന് പോകണം. ബൈക്ക് എന്ത് കണ്ടില്ല. വരാന്ന് പറഞ്ഞിട്ട് കണ്ടില്ല. ആ ഇനി വരണ്ടെന്നോ? ഇവിടെ നിൽക്കാം. ഇവിടെ നിൽക്കണ്ട. അവിടെ നമുക്ക് അവിടെ പോയി നിൽക്കാം. നമ്മുടെ ബസ് കയറാൻ നിൽക്കുകയല്ലേ, അവിടെ പോയി നിൽക്കാം. വേണ്ട നിൽക്കണ്ടേ, പോയേക്കാം. കാട് നിൽക്കാവേ. മതിയോ? താഴെ വാ 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 വാ. ഇല്ല നോക്കട്ടെ, വിളിച്ചു നോക്കട്ടെ. ഇവിടെ നിൽക്കുക. മതിയോ? നോക്കട്ടെ. അവിടെ അല്ലേ? മതി മതി മതി. അവിടെ നിന്നോ. ആ അവിടെ നിന്നോ. ഒരു ഓടാതെ അങ്ങോട്ടും ഇങ്ങോട്ടും. നിങ്ങളെവിടെയാ? ഇവിടുന്ന് ചെരുപ്പുകളുടെ ജയ വേറെ പുതിയ ചെരുപ്പ് എടുക്കാൻ വേണ്ടി പോയേ. അപ്പം അതിൻ്റെ അളവിന് വേണ്ടി അതുമായിട്ട് പോയി. ചെരുപ്പ് മേടിക്കാൻ പോയി. ആണോ? എന്നാ പറയണ്ടായിരുന്നോ? എന്നാ എന്തൂരായി? ആശുപത്രി പോന്ന ആശുപത്രി പോണ്ടോ? ചാട്. നാരായണ ടി വി ഒക്കെ ഓഫ് ചെയ്തിട്ട് കിടക്കുമായിരിക്കും. നീ മൈൻഡ് ചെയ്യാൻ ഇവിടെ വന്നാൽ നീ അറിഞ്ഞല്ലോ. നീ ഇവിടെ ടി വി ആണോ? ഇപ്പോൾ ഓഫ് ചെയ്തല്ലേ ഉള്ളൂ.
ഇങ്ങോട്ടല്ലേ? ആരെ പൊട്ടിക്കുന്നേ? ഇതാരോ ഇഷ്ടാ? എൻ്റെ ഷാമ്പൂടെ ഗിഫ്റ്റ് ആരാണ്? പാത്രമാണോ? Something went wrong. Try again in a few seconds. ഈ പൊളിക്കടി വരണ്ടേ? വരത്തില്ലേ? വിട്. ആണോ മോളെ? മതി. വീണ്ടും ഗിഫ്റ്റ് എവിടെയെന്ന്? ഇതാണ് നിനക്ക് തന്ന ഗിഫ്റ്റ് ആയത്. നിനക്ക് ചതിയായി പോയത് അല്ലേ? ഷാമ്പൂക്കുള്ള ഗിഫ്റ്റ്. ഇത് ചപ്പാത്തി ഇടുന്ന സാധനമോ? ആ നീ ഭയങ്കര ചപ്പാത്തി ചപ്പാത്തി ചൂടാക്കിയോ? ആ ചൂടാക്കി ചൂടാക്കിയിട്ട് ഈ പാത്രത്തിൽ ഇടണോ? ഏതാടി കമ്പനിയൊക്കെ? അടുക്കള പോട്ടെ, അടുക്കള കൊണ്ടുവച്ചിട്ട്